നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ നിയമ നടപടിക്കൊരുങ്ങി 8ാം പ്രതിയായ ദിലീപ്. തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് ദിലീപ് പറഞ്ഞു. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിലീപിന്റെ പ്രതികരണം. പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രി ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചെന്ന നിലപാടിലാണ് ദിലീപ്. തെറ്റായ കേസിൽ ഗൂഢാലോചന നടത്തി തന്റെ ജീവിതവും കരിയറും നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുമെന്ന് ദിലീപ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കി. വിധിപ്പകർപ്പ് ലഭിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. അമ്മ സംഘടനയിൽ അംഗത്വമെടുക്കുന്നതിനെ കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് ദിലീപ് പറഞ്ഞു. സംഘടന തീരുമാനിക്കട്ടെ എന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം. കേസിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത്. ജഡ്ജി ഹണിയം വർഗീസ് ആണ് കേസിൽ വിധി പറഞ്ഞത്. 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. 1ാം പ്രതി പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി ബി മണികണ്ഠൻ, 4ാം പ്രതി ബി വിജീഷ്, 5ാം പ്രതിയായ എച്ച് സലീം, 6ാം പ്രതിയായ പ്രദീപ് എന്നിവരെ എല്ലാ വകുപ്പുകളിലും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ബാക്കി പ്രതികളെയെല്ലാം വെറുതെ വിടുകയും ചെയ്തു. ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിന്യായം പരിശോധിച്ചതിനു ശേഷമായിരിക്കും നടപടി. പ്രോസിക്യൂഷൻ തെളിവുകൾ നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് കോടതി നിരീക്ഷിച്ചത്. എന്നാൽ ഇതൊരു അന്തിമ വിധിയല്ലെന്നും വിചാരണ കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുമാണ് അധികൃതരുടെ വിശദീകരണം.